നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മിക്ക ദിവസങ്ങളിലും ക്ഷേത്രങ്ങളിൽ പോകാറുള്ളവരാണ് നമ്മൾ. ക്ഷേത്ര ദർശനം മുടങ്ങാതെ ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് രാവിലെ ക്ഷേത്ര ദർശനം നടത്തി മുടങ്ങാതെ ആ ദർശനം മുടങ്ങാതെ അതായത് അടുത്തുള്ള ക്ഷേത്രത്തിൽ മുടങ്ങാതെ ദർശനം നടത്തുന്നവരുണ്ട്. ചിലരാകട്ടെ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസം അല്ലെങ്കിൽ പക്കനാൾ വരുന്ന ദിവസങ്ങളിലെല്ലാം ക്ഷേത്ര ദർശനം നടത്തുന്നവരുണ്ട്. അപ്പോൾ ക്ഷേത്ര ദർശന സമയത്ത് നമുക്ക് തിരുമേനി ക്ഷേത്രത്തിൻ്റെ നിർമ്മാല്യ പൂക്കളും അതല്ലെങ്കിൽ പ്രസാദം തരാറുണ്ട്. അത് കുങ്കുമമാവട്ടെ, ഭസ്മമാവട്ടെ, ചന്ദനമാവട്ടെ, ഇങ്ങനെ പ്രസാദമൊക്കെ നമുക്ക് തിരുമേനി തരാറുണ്ട്. അപ്പോൾ ഈ പ്രസാദം ഭവനത്തിൽ കൊണ്ടുവന്ന് വെച്ച് അല്ലെങ്കിൽ അത് 1-2 ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് പ്രസാദം ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അത് അലക്ഷ്യപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ഭവനത്തിലിരിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്ഷേത്രത്തിൽ നിന്ന് നിർമ്മാല്യ പൂക്കളും പ്രസാദമായ കുങ്കുമം, ഭസ്മം, ചന്ദനം ഇങ്ങനെയൊക്കെ തിരുമേനി തരാറുണ്ട്. അത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ പ്രസാദം അല്ലെങ്കിൽ ആ ഭഗവാനെ എൻ്റെ സന്നിധിയിൽ നിന്ന് കിട്ടിയ ആ ചന്ദനം അല്ലെങ്കിൽ ഭസ്മം അല്ലെങ്കിൽ എന്ത് പ്രസാദം, പല വർണ്ണങ്ങളിലുള്ള പ്രസാദങ്ങൾ കിട്ടാണ്. മഞ്ഞ കുറി കിട്ടാറുണ്ട്, സർപ്പദൈവങ്ങളെ പൂജിച്ച പ്രസാദം, ഇങ്ങനെയുള്ള എന്താവട്ടെ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് കടന്നതിന് ശേഷം മാത്രമേ നമ്മുടെ നെറ്റിയിൽ അത് അണിയുവാൻ പാടുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ രീതി. ചില ആളുകൾ അത് അകത്ത് നിന്ന് തന്നെ അണിയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ക്ഷേത്രം മതിൽക്കെട്ടിന് പുറത്ത് ഇറങ്ങിയതിന് ശേഷം മാത്രമേ അങ്ങനെ ആ പ്രസാദം നെറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് അണിയുവാൻ പാടുള്ളൂ. അങ്ങനെ അണിഞ്ഞതിന് ശേഷം ബാക്കി നമ്മുടെ കയ്യിൽ ഭസ്മം അല്ലെങ്കിൽ ചന്ദനം അല്ലെങ്കിൽ കുങ്കുമമാവട്ടെ ഇത് അധികം വരാറുണ്ട്. അപ്പോൾ അത് ഭവനത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ ഭവനത്തിൽ കൊണ്ടുവരണം. കാരണം നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ആ ദൈവത്തിൻ്റെ ചൈതന്യം അത് അവിടെ ഉപേക്ഷിക്കും. ചില ആളുകളുണ്ട് ഇത്തിരി ചന്ദനം എടുത്ത് ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് തന്നെ നിന്ന് നെറ്റിയിലിട്ടതിന് ശേഷം ആ ക്ഷേത്രത്തിൽ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചന്ദനം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ക്ഷേത്രത്തിൽ ഭിത്തിയിൽ മറ്റും തേക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചാൽ പോലും ചില ആളുകൾ അത് അവിടെ തേക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. അവിടെ തന്നെ ഉപേക്ഷിക്കുന്നവരുണ്ട്. ചില ആളുകൾ പുഷ്പങ്ങളൊക്കെ എടുത്തതിന് ശേഷം അത് അവിടെ തറയിൽ തന്നെ വീണ് കിടന്ന് മറ്റുള്ളവരാൽ ചവിട്ടി അതും ദോഷത്തിന് കാരണമാകും. അപ്പോൾ അങ്ങനെയും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അലക്ഷ്യപ്പെടുത്തി കളയാൻ ഒരിക്കലും പാടുള്ളതല്ല. നമുക്ക് ഭഗവാന്റെ പ്രസാദമായി കിട്ടുന്നത് അത് നെറ്റിയിലിട്ടതിന് ശേഷം അത് നമ്മൾ എവിടെയെങ്കിലും ധൃതിയിലോട്ട് പോവുകയാണ്, നമുക്ക് കൈ വെക്കാൻ പറ്റത്തില്ല എന്നാണെങ്കിൽ എവിടെയെങ്കിലും സുരക്ഷിതമായി, അത് മറ്റൊരാൾ അല്ലെങ്കിൽ വേറൊരാൾക്ക് വരുമ്പോൾ അയാൾക്കത് ഉപയോഗിക്കും. അപ്പോൾ ആ രീതിയിൽ വേണം അതിനെ സൂക്ഷിച്ച് ഭദ്രമായിട്ട് എവിടെയെങ്കിലും വെക്കാൻ. അതായത് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും വെച്ചാൽ വേറൊരാൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ വെക്കണം. അല്ലാത്ത രീതിയിൽ അലക്ഷ്യമായിട്ട് ഒരിക്കലും ക്ഷേത്ര പരിസരത്ത് ഒരിക്കലും അങ്ങനെ ഇട്ടുകൂടാ. കാരണം നമ്മൾ വേറൊരാൾ വന്ന് ചവിട്ടും, അത് പുഷ്പത്തിൽ ചവിട്ടുകയൊക്കെ ചെയ്താൽ അത് ദോഷത്തിന് കാരണമാകും. അതുകൊണ്ട് ഭഗവാന്റെ പ്രസാദം അല്ലെങ്കിൽ ഭഗവാനെ നേതിച്ച പുഷ്പങ്ങൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും മറ്റൊരു ചവിട്ടി അതിനെ അലക്ഷ്യപ്പെടുത്തുവാനുള്ള അവസരം ഒരിക്കലും ഉണ്ടാക്കുവാൻ പാടുള്ളത് അല്ല. ഭവനത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. കൂടുതലായാൽ പൂജാമുറിയിൽ നിന്ന് അത് നീക്കം ചെയ്യണം. അത് നീക്കം ചെയ്യുന്നതെന്ന് വെച്ചാൽ വീടിൻ്റെ പുരയിടത്തിൻ്റെ കന്നിമൂലയിൽ അത് കുഴിച്ചിടുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഒരുപാട് ക്ഷേത്രത്തിൽ പോയി ഒരുപാട് ഭസ്മം അല്ലെങ്കിൽ എല്ലാം ഇരുന്ന് എല്ലാം ഉണങ്ങി കരിഞ്ഞ് അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് ഭസ്മം നമുക്ക് എന്ത് ചെയ്യും, എവിടെയെങ്കിലും അലക്ഷ്യപ്പെട്ട് പോകുമോ എന്നുള്ള ഭയമുണ്ടെങ്കിൽ കന്നിമൂലയിൽ ഒരു ചെറിയ കുഴി എടുത്തിട്ട് അതിൽ ഇട്ട് മൂടി അലക്ഷ്യപ്പെടുത്താത്ത രീതിയിൽ അതിനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഭവനത്തിൻ്റെ അടുത്തായി ഒഴുക്കുവെള്ളമുള്ളവർ, അതായത് പുഴയോ മറ്റ് ഒഴുക്കുവെള്ളമുള്ളവരോ ആകട്ടെ, അവർക്ക് ആ വെള്ളത്തിൽ കൊണ്ടുചെന്ന് ഒഴുക്കുന്നതാണ് ഏറെ ഉത്തമം. അത് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒഴുക്കുന്ന ജലമോ അങ്ങനെയുള്ള ഒന്നുമില്ല, തോടും മറ്റും ഇല്ലാത്ത പക്ഷം ഇത് വീടിൻ്റെ കന്നിമൂലയിൽ ചെറിയൊരു കുഴിയെടുത്തിട്ട് ഇങ്ങനെയുള്ള പ്രസാദം, അതായത് ഉണങ്ങി കരിഞ്ഞ് ചില ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് 2 ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലാകുമ്പോൾ ഉണങ്ങി കരിഞ്ഞ് ആ ഭസ്മവും അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങളോ അതിനെ നമ്മൾ അലക്ഷ്യമാക്കി
കളയാതെ ഇങ്ങനെയുള്ള ഒരു കുഴി എടുത്തിട്ട് അതിൽ ഇടുകയാണെങ്കിൽ അതാണ് വളരെയേറെ ഉത്തമം. അല്ലെങ്കിൽ വെള്ളം ഉള്ളവർ, അടുത്തായിട്ട് ജലാശയമോ മറ്റോ ഉള്ളവർ അതിൽ കൊണ്ടുവന്ന് ഒഴുക്കുകയാണെങ്കിൽ അതിലേറെ ഉത്തമമാണ്. പക്ഷേ എല്ലാ വീടിന് സമീപത്തും ജലാശയം ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ ഒഴുക്ക് വെള്ളം ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വീടിന് കന്നിമൂലയിൽ തന്നെ ഒരു ചെറിയ കുഴി എടുത്തിട്ട് ഈ ഭസ്മം അതിനകത്ത് ഇട്ട് മൂടാവുന്നതാണ്. അതുപോലെ തന്നെ ചില ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റാണ്, ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് വന്നിട്ട് ഭസ്മവും മറ്റും മേശപ്പുറത്ത് അലക്ഷ്യമായി ഇടാറുണ്ട്. മേശപ്പുറത്ത് വെച്ചിട്ട് പിന്നെ അത് ചിലപ്പോൾ ഓർക്കാറില്ല. അവിടെ ഇരുന്നത് അലക്ഷ്യപ്പെടുകയും, കാരണം നമ്മൾ പല പ്രശ്നങ്ങളും മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് മറ്റും അതിനകത്ത് സ്പർശിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അലക്ഷ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദവും മറ്റും അലക്ഷ്യപ്പെടാത്ത രീതിയിൽ വേണം സൂക്ഷിക്കാനായിട്ട്. അതുപോലെ കാറിൽ യാത്ര ചെയ്ത് ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നവർ തിരിച്ചു വരുന്നിട്ട് നെറ്റിയിലിട്ടിട്ട് പ്രസാദം കാറിൽ തന്നെ വെക്കാറുണ്ട്. അതും ദോഷമാണ്, നെഗറ്റീവാണ്. കാരണം ഒരു ദേവനെ അല്ലെങ്കിൽ ദേവിയെ പൂജിച്ച പ്രസാദമാണ്. അത് കൊണ്ടുവന്ന് അത് ഒരു പവിത്രമായ ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അത് ഈ പറഞ്ഞതുപോലെ വെള്ളത്തിലൊഴുക്കി ഒരുപാട് ഭസ്മവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒത്തിരി ആയി കഴിയുമ്പോൾ അത് എങ്ങനെ നമുക്ക് ഒന്ന് മാറ്റണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വെള്ളത്തിലൊഴുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കുഴിച്ച് മൂടുന്നതും ഉത്തമമാണ്. അല്ലാത്ത പക്ഷേ കാറിലൊക്കെ നമ്മൾ പോയി യാത്ര ചെയ്ത് വരുമ്പോൾ ആ ഭസ്മം കാറിനകത്ത് നമ്മൾ വെച്ചേക്കും. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഭവനത്തിൽ എത്തിക്കഴിയുമ്പോൾ എടുക്കാൻ മറക്കുന്ന ചില ആളുകളുണ്ട്. എടുക്കാൻ മറന്നിട്ട് അത് വീണ്ടും കാറിനകത്ത് തന്നെ ഇരിക്കും. ആ കാറിൽ നമ്മൾ പല പല യാത്രകൾ ചെയ്യും. ചില മത്സ്യവും മാംസമൊക്കെ കഴിച്ചിട്ട് പിന്നെയും വന്ന് കാറിനകത്ത് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ മത്സ്യമാംസാദികളെ അത് അലക്ഷ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പോൾ ഒത്തിരി ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിത് കാണുന്നത്. അപ്പോഴത്തേക്ക് ഉണങ്ങിക്കരിഞ്ഞൊരു ഒരു രീതിയിലായി കാണും. അപ്പോൾ ചിലപ്പോൾ നമ്മളത് എടുത്തിട്ട് അതിനെ അലക്ഷ്യമായിട്ട് അത് ഉണങ്ങിക്കരിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഇപ്പോൾ പുറത്ത് നിൽക്കുമ്പോഴാണെങ്കിലും റോഡിലോട്ടായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അടുത്തായിട്ട് ഒരു നെഗറ്റീവ് കിടക്കുന്നിടത്ത് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് കിടക്കുന്നിടത്തോട്ടാണ് ഇടുന്നതെങ്കിൽ അതും നെഗറ്റീവിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പോയി വാഹനത്തിൽ, കാറിനകത്തായാലും സ്കൂട്ടറിനകത്തായാലും പോയി വരുന്നവർ അവിടുന്ന് കിട്ടുന്ന ആ ഇലച്ചീന്തിനകത്ത് കിട്ടുന്നത് ആ പ്രസാദം, ആ കുങ്കുമമാവട്ടെ ഭസ്മമാവട്ടെ ഏതായാലും അത് വളരെ വൃത്തിയോടുകൂടി ഭവനത്തിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുക. വെച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങിക്കരിഞ്ഞ് അല്ലെങ്കിൽ ഉണങ്ങിക്കരിഞ്ഞ് ചിലപ്പോൾ ഇല കീറുമ്പോൾ ഭസ്മം നമുക്കത് ഉപേക്ഷിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അത് വേണ്ട, ഇത്രയും ദിവസം ഇരുന്നില്ല, എനിക്ക് എടുക്കാനുള്ളത് എടുത്ത് ബാക്കി കൊണ്ട് എന്തെങ്കിലും കളഞ്ഞേക്കാം എന്ന് തോന്നുവാണെങ്കിൽ ജലാശയത്തിൽ ഒഴുക്കുന്നത് വളരെയേറെ ഉത്തമം. അതാണ് ഏറ്റവും ഉത്തമമായത്. അല്ലാത്ത പക്ഷം ഒരു കുഴിയെടുത്ത് കന്നിമൂലയിൽ ചെറുതായി ഒരു കുഴിയെടുത്തിട്ട് അതിൽ മൂടാവുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇങ്ങനെ അലക്ഷ്യമായി ഇടുമ്പോൾ അത് നമ്മൾക്ക് തന്നെ ദോഷത്തിന് കാരണമാകും. ഭഗവാന്റെ പ്രസാദമാണ്, ആ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയതാണ്. അതിനെ എത്രത്തോളം പവിത്രമായി ഉപയോഗിക്കാൻ പറ്റുന്നു അത്രത്തോളം പവിത്രമായി ഉപയോഗിക്കുക. ചില ആളുകൾ കരുതും ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ അതിന് ചൈതന്യമായിട്ട്, നമ്മുടെ കൈ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ചൈതന്യം പോയി എന്നല്ല. അത് എത്രത്തോളം പച്ചിലപ്പോടി ഇരിക്കുന്നു അത്രത്തോളം ചൈതന്യമാണ്. പിന്നെ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമുക്ക് അവിടെ വെക്കാൻ സാധിക്കുന്നില്ല. എന്നല്ലാത്ത പക്ഷം നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. നീക്കം ചെയ്യണം. ഒത്തിരി ദിവസം കഴിയുമ്പോൾ നമുക്കിതങ്ങ് മാറ്റിയേക്കാം. അല്ലെങ്കിൽ ഇല കരിഞ്ഞു പോയി, അല്ലെങ്കിൽ ഈ ഭസ്മം ഇവിടെ ഇരുന്ന് അത് എവിടെയെങ്കിലും നിലത്ത് വീണ് അശുദ്ധമാവുന്നതിനെക്കാട്ടി നല്ലതല്ലേ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് വെള്ളത്തിൽ, ജലാശയത്തിൽ കൊണ്ടുപോയി ഒഴുക്കുന്നതാണ് ഏറ്റവും ഉത്തമപരമായ കാര്യം. അല്ലാത്ത പക്ഷം അത് മണ്ണിൽ കുഴിച്ചിടുന്നതും അത് പ്രശ്നമില്ലാത്ത കാര്യമാണ്. മണ്ണിൽ കുഴിച്ചിടാം. അല്ലാതെ അലക്ഷ്യമായി എവിടെയെങ്കിലും കളയുകയോ, അതുപോലെ മേശയുടെ മുകളിൽ വെക്കരുതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടേബിളിൻ്റെ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെക്കരുതെന്ന് പറയുന്നത് അവിടെ ഭക്ഷണങ്ങൾ, അത് വെജും നോൺ വെജുമായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും വിളമ്പുന്നതാണ്. അവിടെയും ഇതുപോലെയുള്ള പ്രസാദങ്ങൾ അലക്ഷ്യപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് നമ്മൾക്ക് ദോഷത്തിനുള്ള കാരണമാകും. ചെറിയ ചെറിയ തെറ്റുകളിൽ നിന്നാണ് വലിയ ദോഷങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പ്രസാദം ഭവനത്തിൽ കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരുന്നതിന് ഒരു കുഴപ്പവുമില്ല. ഒരുപാടായി കഴിയുമ്പോൾ നമുക്ക് നീക്കം ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അത് ജലാശയത്തിൽ ഒഴിക്കുകയോ അല്ലാത്ത പക്ഷം ഇങ്ങനെ കുഴിച്ചിടുകയോ ചെയ്യാം. അതിന് പ്രശ്നമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് പറഞ്ഞത്. അമ്പലത്തിലെ പ്രസാദം, അതായത് കുങ്കുമം, ചന്ദനം, ഭസ്മം ഇങ്ങനെയുള്ള പ്രസാദങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗത്തിന് ശേഷം നമ്മൾക്കത് മാറ്റണമെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ ഇവർക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.